എന്താ പാത്തോ എന്താ കുത്തിപ്പിടിക്കണേ? ഇതൊന്നും സ്റ്റാർട്ട് ആവാത്ത. നിങ്ങളല്ലേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് റിമോട്ടിന്റെ ബാറ്ററി കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവുന്നത്. ഇതെന്താ ആവാത്തെ? റിമോട്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതായിരുന്നു വാഹനം? അത് ബ്രസ്സാ. ഇത് ഏതാ വാഹനം? ഇത് അൾട്രോസ്. ഇത് ടാറ്റയാണ്. അത് മാരുതിയാണ്. ഇതിന് വേറെ ടെക്നിക്കാണ്. മാരുതിയുടെ വാഹനങ്ങളിൽ സാധാരണ ഇതിൽ റിമോട്ടിലെ ബാറ്ററി കഴിഞ്ഞാൽ നമ്മുടെ ബട്ടണിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടായിരുന്നു. പക്ഷേ അത് ടാറ്റയ്ക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ടാറ്റ അതിനകത്ത് ഇവിടെയാണ് സൊല്യൂഷൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇതിനകത്ത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഹാൻഡ് ബ്രേക്കിൻ്റെ താഴെയായിട്ട് ഒരു കീയുടെ ചിഹ്നം കാണാൻ സാധിക്കും. അവിടെ ഈ ഒരു കീ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിമോട്ടിലെ ബാറ്ററി കഴിഞ്ഞാൽ നമുക്ക് വാഹനം സ്റ്റാർട്ടാവും. അങ്ങനെയാണ് ടാറ്റ അതിൻ്റെ സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാരുതിയുടെ സിസ്റ്റത്തിന് ടാറ്റയുടെ വാഹനം പോയി സ്റ്റാർട്ട് ചെയ്തിട്ട് വാഹനം സ്റ്റാർട്ടാവില്ല. ഏതായാലും നമുക്ക് ഈ ഒരു വാഹനം കൂടി ഒന്ന് പരിചയപ്പെടുത്തിയാലോ? ഇത് ടാറ്റയുടെ അൾട്രോസ് ആണ്. 2022 മോഡൽ നിൽക്കുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 21,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള XT എന്നുള്ള വേരിയൻ്റ് വാഹനം. XT ആണെങ്കിലും അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നത്. പുഷ്പട്ടം സ്റ്റാർട്ട്, ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റീരിംഗ് കൺട്രോൾ തുടങ്ങിയ എല്ലാവിധ അത്യാധുനിക ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഒരു 3 സിലിണ്ടർ എഞ്ചിനിൽ വരുന്ന ഒരു 15 to 17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന KL57 കാലിക്കറ്റ് കൊടുവള്ളി രജിസ്ട്രേഷനിൽ വരുന്ന അടിപൊളി വാഹനം. വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൊരു വാഹനം കൂടിയാണിത്. വാഹനത്തിൻ്റെ വില വരുന്നത് 6,55,000 രൂപ. 6,55,000 6 ലക്ഷം വരെ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ നല്ലൊരു ഷോറൂം കണ്ടീഷൻ, നല്ല മിൻ കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു ടാറ്റ അൾട്രോസ്, അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഉടൻ ബുക്കിങ്ങിന് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതുപോലത്തെ വാഹന വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ ട്രിക്സിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.